ചക്കരയുടെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടും സുഖമായിട്ടും ഇരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളും കുഴപ്പമില്ലാണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പ്രത്യേകം പറയാനുള്ളത്, നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്തിയാണ്. അപ്പോൾ കുറച്ച് പുതിയ വിശേഷങ്ങളൊക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഇന്ന് ഞായറാഴ്ച ആയ കാരണം ഒരു 5:30 കഴിഞ്ഞിട്ടാണ് എണീറ്റിട്ടുണ്ടായിരുന്നത്. എണീറ്റപ്പോൾ തന്നെ നമ്മുടെ അവിടെ വെറുതെ കറണ്ട് പോയും വന്നിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, കറണ്ട് ഇല്ലെങ്കിൽ നമ്മുടെ അടുക്കളയിൽ കുക്ക് ചെയ്യാറുമ്പോൾ കുറച്ച് പ്രശ്നമാണ്, തീരെ വെളിച്ചം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഞാൻ രാവിലെ എണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് മിറ്റോടിക്കലൊക്കെ കഴിഞ്ഞ് വിളക്കെല്ലാം വെച്ച് പിന്നെ ചായക്ക് വെള്ളം വെച്ച് പിന്നെ രാവിലേക്ക് കഴിക്കാനുള്ള കൂട്ടാനുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ച് വെച്ച് അപ്പോഴേക്കും തന്നെ നമ്മുടെ ചായ ആയപ്പോൾ അതൊക്കെ ഒന്ന് ആറ്റി റെഡിയാക്കി എടുത്തു. ആ നേരം കൊണ്ട് തന്നെ ഏട്ടൻ പാലൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ പറഞ്ഞിട്ടാണ് വിളക്കെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പിങ്കിക്കുട്ടനാണ് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ പുറത്ത് വന്ന് നോക്കുമ്പോൾ നമ്മുടെ മേഘമൊക്കെ ഒന്ന് തെളിഞ്ഞങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇന്ന് രാവിലെ മഴയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ എല്ലാം നോക്കിയതിന് ശേഷം ഇന്നിപ്പോൾ ഞായറാഴ്ച ആയ കാരണം വെളിയിലിരുന്ന് ഇതിരി നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ചായ കുടിക്കാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പൈക്കും അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ ബിസ്ക്കറ്റ് കൊണ്ടുവന്നാണ്. നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് ബിസ്ക്കറ്റ് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവളവിടെ ഇരുന്നപ്പോൾ അവിടെ തന്നെ വെച്ച് കൊടുത്തു ബിസ്ക്കറ്റ്. അപ്പോഴേക്കും തന്നെ നമ്മുടെ പിങ്കം വന്നിട്ടുണ്ടായിരുന്നു, അതുപോലെ നമ്മുടെ റൗലിക്കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൗലി മേലെ ഇങ്ങനെ പോയി കിടക്കുകയാണ് കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ബിസ്ക്കറ്റ് തരാവറിന് വിളിച്ചപ്പോൾ ഓടി വരികയായിരുന്നു. അങ്ങനെ ഞാൻ അവൾക്കും ബിസ്ക്കറ്റൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഈ പൂച്ചക്കുട്ടികൾക്ക് ഈ ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ അവർക്കും കൊടുക്കും കേട്ടോ. അങ്ങനെ നമ്മൾ കൊടുക്കാൻ ഇടനേരത്ത് ഇതുപോലെ വന്നിട്ട് നമ്മളോട് വെറുതെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ ബിസ്ക്കറ്റ് വേണം പറയുകയെന്ന് തോന്നുന്നു പറഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കും കേട്ടോ. അപ്പോൾ അവർക്ക് ഇങ്ങനെ ബിസ്ക്കറ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ പറയും ഇങ്ങനെ ഒരുപാട് ബിസ്ക്കറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ചുമ പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പറയും കേട്ടോ. അങ്ങനെ അവർ രണ്ടാളും ബിസ്ക്കറ്റ് കഴിച്ചു. അപ്പം ഞങ്ങളും ബിസ്ക്കറ്റും ചായയൊക്കെ അങ്ങനെ കഴിച്ചു കേട്ടോ. അതിന് ശേഷം പിന്നെ വന്നിട്ട് നമ്മുടെ ഏട്ടൻ കർട്ടനൊക്കെ ഒന്ന് എടുത്ത് കഴുകാനിടാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞായറാഴ്ചത്തെ ക്ലീനിങ് ഇതാണ്. അപ്പോൾ പിന്നെ അതിനെല്ലാം എടുത്ത് അതിൻ്റെ കമ്പിയെല്ലാം ഒന്ന് തുടച്ച് ഇതൊക്കെ നമുക്കൊന്ന് കഴുകിയെടുക്കാൻ പറഞ്ഞിട്ടാണ്. ആ സമയം കൊണ്ട് തന്നെ ഞാൻ വേഗം തന്നെ നമ്മുടെ സാമ്പാറൊക്കെ ഒന്ന് വേവിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം തന്നെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ദോശയ്ക്ക് അരച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഇഡ്ഡലി വേണം പറഞ്ഞപ്പോൾ ശരി, പിന്നെ ആ മാവ് കൊണ്ട് തന്നെ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ അരയ്ക്കുമ്പോൾ ഇഡ്ഡലിക്കും ദോശയ്ക്കും മാവ് തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ. ചിലവർ ഒരേ മാവ് കൊണ്ട് തന്നെയാണ് ഇഡ്ഡലിയും ദോശയും ഉണ്ടാക്കുക. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ ആ മാവിന് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇഡ്ഡലി നന്നായിരിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ സാധാരണ ചെയ്യുമ്പോൾ അത്ര ടേസ്റ്റൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ അവർക്ക് വേണം പറഞ്ഞപ്പോൾ ഞാനത് ചെയ്ത് കൊടുത്താണ്. അതിന് ശേഷം ഞാനൊന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് അമ്പലത്തിൽ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അമ്പലത്തിൻ്റെ കാഴ്ചകളും മനോഹരമായിട്ടുള്ള ഒഴുകുന്ന നമ്മുടെ പുഴയും കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്നുണ്ട്. കുട്ടികൾ വരുന്നില്ല, ഞാനും ഏട്ടനും കൂടെയാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ രണ്ടാളും കൂടെ പോയി. ഇതാ കണ്ടോ, നമ്മൾ പോകുന്ന ആദ്യം റോഡ് കടന്നിട്ട് വേണം കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. നല്ല പച്ചപ്പ് വിരിച്ച പാടം. അപ്പോൾ അതൊക്കെ അതിന് ശേഷം പിന്നെ റെയിൽവേ പാളം, പിന്നെ പുഴ, അമ്പലം കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഭാരതപ്പുഴയാണ് ഇങ്ങനെ ഒഴുകുന്നത്. അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന അവിടെയൊക്കെ ഞാനിങ്ങനെ കാണാൻ നല്ല പച്ചപ്പായപ്പോൾ കുറേശ്ശെ ഇങ്ങനെ വീഡിയോ എടുക്കുകയാണ് കേട്ടോ. നല്ല പച്ച കളറിൽ എന്ത് ഭംഗിയാണ് അറിയുക കാണാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ പാടത്ത് നിൽക്കുന്ന ചെറിയ ചെറിയ കുഞ്ഞു പൂക്കൾ കാണാൻ തന്നെ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തതാണ്. ഇപ്രാവശ്യം ഈ ഭാഗത്തൊന്നും പഞ്ചി ഇട്ടിട്ടില്ല കേട്ടോ. എന്താണെന്ന് അറിയില്ല, ഈ ഭാഗത്തൊന്നും പഞ്ചി ഇട്ടിട്ടില്ല. അങ്ങനെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ ആ കാണുന്നത് റെയിൽവേ പാളമാണ് കേട്ടോ. അപ്പോൾ റെയിൽവേ പാളം കടന്നിട്ട് വേണം നമ്മുടെ അമ്പലത്തേക്ക് പോകാൻ. നമ്മുടെ അമ്പലത്തേക്ക് പോകുന്ന വിശേഷങ്ങളും അമ്പലമൊക്കെ നമ്മൾ കാണിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ സബ്സ്ക്രൈബേഴ്സിനൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഈ സമയത്ത് കാണുമ്പോൾ പ്രത്യേക ഭംഗിയാണ്. എന്താ പറയുക, നല്ല തളുത്ത് നിൽക്കുന്ന പാടവും നല്ല കാർമേഘവും
ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ റെയിൽവേ പാളമൊക്കെ മുറിച്ച് കടന്നു. അതിന് ശേഷം നമ്മുടെ ആട്ടുകുട്ടികളൊക്കെ മേയുന്നുണ്ട് കേട്ടോ. അതൊക്കെ കണ്ട് നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് അമ്പലത്തേക്ക് പോകാം. ഈ സൈഡ് എന്താ പറയുക, ഞാറൊക്കെ എന്താ പറയുക നട്ടിട്ടുണ്ട് കേട്ടോ. ഈ സൈഡ് കുറച്ച് പാടൊന്നും നട്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നട്ടിട്ടേ ഉള്ളൂ. അങ്ങനെ നമ്മൾ അമ്പലം എത്തിയിട്ട് അതാ കാണുന്നത് നമ്മുടെ ഭാരതപ്പുഴയാണ്. അങ്ങനെ നമ്മൾ ഉള്ളിൽ പോയി തൊഴുതി ഇറങ്ങി. ഇത് അമ്പലത്തിൻ്റെ ഉള്ളിൽ കുറച്ച് ചെടികളൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്താണ് കേട്ടോ. ഇതിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ട്രെയിൻ പോകുന്നത് കണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ആ മേഘവും ആ പച്ചപ്പും എല്ലാം കൂടെ കാണാൻ വേണ്ടിയിട്ട്. കാണുമ്പോൾ നിങ്ങൾക്ക് നല്ല ഭംഗി തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് എടുത്തു. നമ്മളിങ്ങനെയൊക്കെ പുറത്ത് വരുമ്പോഴേ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആ വീഡിയോയെല്ലാം എടുത്തു കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ എന്താ പറയുക, നമ്മളൊരു 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് അമ്പലത്തിൽ 8:15 നമ്മുടെ പൂജ കഴിയുക. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും തന്നെ നമ്മളിവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. നമ്മൾ എത്തുന്ന സമയത്ത് നട അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വന്നതിന് ശേഷമാണ് നടയൊക്കെ തുറന്ന് ദീപാരാധനയൊക്കെ കണ്ട് തൊഴുതി വലം വെക്കുകയാണ് കേട്ടോ. വലം വെച്ചതിന് ശേഷം എന്താണെന്നുണ്ടോ, നമ്മളവിടെ വലിയ ആലക്കുണ്ട്. ശിവൻ്റെ അമ്പലമാണ് കേട്ടോ. അപ്പോൾ അവിടെ ആലക്കുണ്ട്. അതുപോലെ നിറഞ്ഞൊഴുകുന്ന നമ്മുടെ ഭാരതപ്പുഴ കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഞാനതിങ്ങനെ ഒന്ന് എടുത്താണ്. നമ്മൾ വേനൽക്കാലത്ത് ഇതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഇത്രയ്ക്ക് വെള്ളമൊന്നുമില്ല കേട്ടോ. വേനൽക്കാലം ആയതുകൊണ്ട് തന്നെ നമ്മുടെ പുഴയിലൊക്കെ വെള്ളം കമ്മിയായിരുന്നു. ഇപ്പോൾ പറയുമ്പോൾ മഴയൊക്കെ പെയ്ത് നല്ല നിറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അമ്പലത്തിൻ്റെ താഴെ കൂടെ പുഴ ഒഴുകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പുഴയിലാണ് ആൾക്കാർ കുളിക്കാനൊക്കെ വരും കേട്ടോ. ഇപ്പോഴും പുഴയിൽ കുളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ബലിയൊക്കെ ചെയ്യുന്ന സമയത്ത് നിറയെ ആൾക്കാർ വന്ന് ഇവിടെ ബലികർമ്മങ്ങളൊക്കെ ചെയ്യാറുണ്ട്. എന്നിട്ട് ഇവിടെ വന്ന് തൊഴുതിയിട്ട് പോകാറുണ്ട് കേട്ടോ. നമ്മുടെ കർക്കിടകവാവിനും അതുപോലെ സംക്രാന്തിക്ക് ബലിയിടുന്നവരും ഒക്കെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ ഒന്നിങ്ങനെ നോക്കിയതാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, കുട്ടികളും വന്നിട്ടില്ല. അപ്പോൾ അവർക്കും കാണിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ പുതിയ കുട്ടികൾക്കും പഴയ കുട്ടികൾക്കും ഒന്നുകൂടെ നമ്മുടെ പുഴയും നമ്മുടെ അമ്പലവും ഒക്കെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. നല്ല മനോഹരമായ സ്ഥലമാണ് നമ്മുടെ അമ്പലത്തേക്ക് വരുന്ന ഭാഗം. അങ്ങനെ അതെല്ലാം കണ്ടതിന് ശേഷം പിന്നെ എന്താ പറയുക, എന്നെ ഒന്ന് വീഡിയോ എടുക്കാൻ പറയണം കേട്ടോ. ഏട്ടൻ എപ്പോഴും വീഡിയോ ഒന്നും അങ്ങനെ എടുത്ത് പരിചയമൊന്നുമില്ല. അപ്പോൾ അക്ഷയ വരാത്ത കാരണം പിന്നെ ഇനിയിപ്പോൾ വേറെ നിവൃത്തിയില്ല. അപ്പോൾ മൂപ്പരോട് എന്നെ ഒന്ന് എടുപ്പിച്ചാണ് കേട്ടോ. ഇപ്പോൾ വലിയ ആലൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് പണിയൊക്കെ കഴിഞ്ഞ് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയതായിരുന്നു കേട്ടോ കുംഭാഭിഷേക സമയത്ത്. അങ്ങനെ നമ്മൾ ഒന്നുകൂടെയൊക്കെ ഒന്ന് നന്നായി തൊഴുതിയതിന് ശേഷം പിന്നെ നമ്മുടെ അമ്പലത്തിൽ നിന്ന് മടങ്ങി വരികയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പൂജയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് വന്നതിന് ശേഷം ഇതാണ് കേട്ടോ നമുക്ക് പായസം കിട്ടിയിട്ടുണ്ടായിരുന്നു. പാൽപ്പായസം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കടുമധുര പായസം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഗണപതി ഹോമം കഴിഞ്ഞത് കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് പിന്നെ വരുമ്പോഴേക്കും തന്നെ നല്ല വിശപ്പായി കേട്ടോ. അപ്പോൾ പിന്നെ വേഗം തന്നെ വന്നിട്ട് കഴിക്കാൻ പറഞ്ഞിട്ടാണ്. ഇതാണ് നമ്മുടെ ഇഡ്ഡലിയും സാമ്പാറും കേട്ടോ. നമ്മുടെ ഈ എന്താ പറയുക സാമ്പാറിൻ്റെ റെസിപ്പിയൊക്കെ നമ്മൾ ഓൾറെഡി കുറേ പ്രാവശ്യം നമ്മുടെ ചാനലിലൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാമ്പാർ ഇവിടെ എല്ലാവർക്കും ഏകദേശം ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുട്ടികളൊക്കെ കഴിച്ചു. പിന്നെ അതിന് ശേഷം ഞങ്ങളും കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ കഴിച്ചിട്ട് വേണം ഇനി ബാക്കി ഉച്ചക്കലേക്കുള്ള കുക്കിങ്ങൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു, പായസമൊക്കെ കഴിച്ചു. പിന്നെ അതിന് ശേഷം കുറേ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴുകി വന്നതിന് ശേഷം ഞാൻ പിന്നെ നമ്മുടെ റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് വിരിച്ച് മാറ്റി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് അടുക്കളയിൽ കുക്ക് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം പോകാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അങ്ങനെ ഞാൻ നമ്മുടെ ബെഡ്റൂമിൽ വിരിയെല്ലാം മാറ്റി വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ വേഗം തന്നെ വന്നിട്ട് നമ്മുടെ എന്താ പറയുക ഹാളൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ കർട്ടനൊക്കെ നമ്മൾ കഴുകാൻ കൊണ്ട് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. വാഷിംഗ് മെഷീനിലാണ് കഴുകുന്നത്. അത് പെട്ടെന്ന് തന്നെ കഴുകിയെടുക്കുക, അതുപോലെ തന്നെ ഉണങ്ങി കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അത് ഏട്ടൻ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വേഗം തന്നെ ഇവിടെയെല്ലാം വൃത്തിയാക്കി. പിന്നെ കുക്കിങ്ങൊക്കെ ചെയ്യണമല്ലോ, അതുകൊണ്ട് പിന്നെ നമ്മൾ അതിന് നിന്നിട്ട് കാര്യമില്ല.
അങ്ങനെ പിന്നെ നമ്മൾ എല്ലാവിടെയും ഒന്ന് വേഗം തന്നെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് തുടയ്ക്കുന്നൊന്നുമില്ല. ഇപ്പം തന്നെ സമയം 10 മണി ആയിട്ടാ. ഇനി വേണം നമുക്കിതൊക്കെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനതെല്ലാം അടിച്ചതിന് ശേഷം പിന്നെ വേഗം തന്നെ വന്നിട്ട് ഒരു പാത്രമൊക്കെ അടുപ്പി വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നന്നായി തന്നെ ചൂടായി. പിന്നെ അതിൽ കുറേ വെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. അത് തിളച്ച് വരുന്ന നേരം കൊണ്ട് നമ്മൾ പച്ചക്കറി വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ബീൻസും ക്യാരറ്റും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്യേണ്ടത് വെളിയിൽ വെച്ചിട്ടുണ്ട്, അല്ലാത്തത് നമ്മൾ ഒരു പാത്രത്തിലാക്കി വെക്കുന്നുണ്ട്. അതിന് ശേഷം പിന്നെ ഞാൻ വേഗം അതൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം പിന്നെ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. തൊലി കളഞ്ഞ് കഴുകി നല്ല നൈസായി തന്നെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എന്താ പറയുക, ഇപ്രാവശ്യം ഉള്ളി അരിയുമ്പോൾ ഭയങ്കര കണ്ണെരിച്ചിലായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ അരിയൊക്കെ വേവിക്കാനിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് നന്നായി തന്നെ വെന്തിട്ടുണ്ട്. അത് ഊറ്റിയെടുക്കുന്നുണ്ട്. ബസ്മതി അരി നമ്മളൊരു 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം നിറയെ വെള്ളം ഒഴിച്ച് അത് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വേഗം തന്നെ മാറ്റിയെടുത്തു. അതിന് ശേഷം നമ്മുടെ അതേ പാത്രം കഴുകിയിട്ട് അത് തന്നെ വീണ്ടും വെച്ച് കൊടുക്കുന്നുണ്ട്. അത് നന്നായി തന്നെ ചൂടായി വന്നതിന് ശേഷം റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ബട്ടറാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇത് നമ്മുടെ ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ ബട്ടർ. അങ്ങനെ ഞാൻ അതിലേക്ക് ഗ്രാമ്പും ഏലക്കയും ചേർത്ത് കൊടുത്തു. ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. അതിലേക്ക് ഞാൻ 4 വലിയുള്ളി കേട്ടോ, 4 വലിയുള്ളി ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞത് ചേർത്ത് 2-3 പച്ചമുളകും ചേർത്ത് ഉപ്പ് ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നന്നായി തന്നെ ഒന്ന് വഴണ്ടി വരണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ നന്നായിട്ട് നമ്മുടെ ഉള്ളി വഴണ്ടി വരണം. അങ്ങനെ അതെല്ലാം മിക്സ് ചെയ്ത് കുറച്ചുകൂടെ അത് വഴണ്ടാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിൽ നന്നായി തന്നെ വഴണ്ടി വന്നോട്ടെ. അത് വഴണ്ടി വരുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ ജോലികളുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം നമ്മുടെ ഉള്ളി വഴണ്ടി വന്നതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ നന്നായി തന്നെ പച്ചമണം മാറി വരണം. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ പച്ചമണം നന്നായി മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 തക്കാളി കേട്ടോ, കുഞ്ഞു തക്കാളിയാണ്, അതുകൊണ്ട് 2 എടുത്തിട്ടുണ്ട്. അത് നന്നായി തന്നെ അരച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ ഉള്ളിയിലേക്ക് ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ കിടന്നിട്ട് നന്നായി തന്നെ നമ്മുടെ തക്കാളി എണ്ണയൊക്കെ തെളിഞ്ഞ് നന്നായി വരണം കേട്ടോ. അപ്പോൾ ചെറിയ തീയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കും. അങ്ങനെ അതിന് ശേഷം ഞാൻ പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മസാലകളും ഉള്ളിയും തക്കാളിയും എല്ലാം കൂടെ നന്നായി തന്നെ മിക്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അതെല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് അതിന് ശേഷം ഇത് നന്നായി തന്നെ തിളച്ചൊന്ന് എണ്ണ തെളിഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് അടച്ച് വെച്ച് കുറച്ച് നേരം അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ തക്കാളി എല്ലാം കൂടെ നന്നായി എണ്ണയൊക്കെ തെളിഞ്ഞ് കറക്റ്റായി വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ അതിലേക്ക് 1 സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് നേരത്തെ ചേർക്കേണ്ടതായിരുന്നു, എനിക്ക് മറന്നു പോയതാണ് കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്ത് മിക്സ് ചെയ്ത് ഒന്നുകൂടെ ഒന്ന് എണ്ണ പിരിയാൻ വിട്ടിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കൂട്ട് ഏകദേശം നന്നായി എണ്ണ പിരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 1/4 ഗ്ലാസ് നമ്മുടെ പശുവിൻ പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പശുവിൻ പാൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് അങ്ങനെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞാനപ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് പാൽ ചേർത്ത് കൊടുത്തു എന്ന് മാത്രം. ഇത് നന്നായി തന്നെ മിക്സ് ചെയ്ത് നന്നായി തന്നെ തിളച്ച് വന്നതിലേക്ക് ഒരു 1/4 സ്പൂണ് എന്താ പറയുക പഞ്ചസാര, പിന്നെ കുറച്ച് ഉപ്പ് കുറവായിരുന്നു, പിന്നെ നല്ല 1 സ്പൂണ് ഗരം മസാല അതുകൂടെ ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് ഇതിൻ്റെ എല്ലാത്തിനും പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ പനീർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പനീർ ഞാൻ വറുത്തിട്ടൊന്നുമില്ല കേട്ടോ, അങ്ങനെ തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. പനീർ നമ്മൾ ഉണ്ടാക്കിയതല്ല, കടയിൽ നിന്ന് വാങ്ങിയതാണ്. അങ്ങനെ പനീർ കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പനീർ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ, ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് കൊടുത്തതിന് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം ചെറിയ തീയിൽ കുറച്ച് നേരം നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. നമ്മുടെ പനീറിലേക്ക് നല്ലപോലെ തന്നെ എന്താ പറയുക എരിവും ഉപ്പും ഒക്കെ ഒന്ന് ഇറങ്ങി വരട്ടെ കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം അടച്ച് വെച്ചതിന് ശേഷം ഞാനിതൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായി തന്നെ എണ്ണയൊക്കെ പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം നമ്മുടെ പനീറൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക്
എന്താ പറഞ്ഞാൽ കുറച്ച് മല്ലിത്തല ചേർത്ത് കൊടുക്കണം. അതുപോലെ തന്നെ കുറച്ച് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കണം. വേറെ ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്കിത് സോസൊക്കെ വേണമെങ്കിൽ തന്നെ ആദ്യമേ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. ക്യാപ്സിക്കവും ചേർത്ത് കൊടുത്ത് അതുപോലെ നമ്മുടെ മല്ലിത്തലയും കൂടെ ചേർത്ത് വെച്ച് അങ്ങനെ തീ ഓഫ് ചെയ്ത് അടച്ച് വെച്ച് അങ്ങനെ വെക്കണം കേട്ടോ. കുറച്ച് നേരം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ക്യാപ്സിക്കം ചേർത്ത് കഴിഞ്ഞാൽ അത് വെന്ത് വരുമൊന്നും വേണ്ട കേട്ടോ. ആ ചൂട്ടിൽ തന്നെ അത് വെന്ത് കറക്റ്റ് ആയിക്കോളും. അങ്ങനെ കുറച്ച് നേരം അടച്ച് വെച്ചു. അതിന് ശേഷം നമ്മുടെ അതേ പാത്രം തന്നെ നമ്മൾ കഴുകിയെടുത്ത് അതിലേക്ക് റിഫൈൻഡ് ഓയിൽ ഒഴിച്ച് കൊടുത്ത് വീണ്ടും നമ്മൾ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബട്ടർ നന്നായി മെൽറ്റായി വന്ന ശേഷം അതിലേക്ക് നമ്മൾ ചെറുതായി തന്നെ അരിഞ്ഞ് വെച്ചിട്ടുള്ള നമ്മുടെ ബീൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ബീൻസ് നല്ല ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോഴാണ് കാണാനും കഴിക്കാനും നന്നായിരിക്കുക. അതൊന്ന് ചെറുതായി വഴണ്ടി വന്നതിലേക്ക് നമ്മൾ ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും നല്ല ചെറിയ കഷ്ണങ്ങളായിട്ടാണ് നമ്മൾ അരിഞ്ഞിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് മുട്ടക്കോസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, കോളിഫ്ലവർ ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളത് വെച്ചിട്ടാണ് നമ്മുടെ റൈസ് റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു 1/2 സ്പൂണ് 1/4 സ്പൂണ് നമ്മുടെ സോയാ സോസ് ചേർത്ത് കൊടുത്തു. കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമണം മാറി വന്നതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ബസുമതി റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു തട്ടിക്കൂട്ടി ഫ്രൈഡ് റൈസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഒറിജിനലായിട്ടുള്ള ഫ്രൈഡ് റൈസുമായിട്ട് ഇത് താരതമ്യം ചെയ്യരുത്. ഇതൊരു തട്ടിക്കൂട്ടിയായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു റൈസാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് റൈസ് ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നമ്മുടെ റൈസ് ഏകദേശം ചൂടൊക്കെ ഉണ്ട്. നമ്മൾ ഊറ്റി വെച്ചിട്ട് കുറച്ച് നേരമല്ലേ ആയിട്ടുള്ളത് കൊണ്ട് ചൂട് മുഴുവനായിട്ട് മാറിയിട്ടില്ല. എന്നാലും അത്യാവശ്യം കുറച്ച് ചൂടുണ്ട്. എന്നാലും ഒന്ന് ആവി കയറ്റി നന്നായിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് കുടഞ്ഞുകൂടെ കൊടുക്കുന്നുണ്ട് നമ്മുടെ മസാല എല്ലാ സൈഡിലേക്കും വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള നമ്മുടെ പച്ചക്കറിയൊക്കെ പാകം തന്നെയാണ് കേട്ടോ. അധികമൊന്നുമില്ല. കാണുമ്പോൾ അധികം തോന്നിയാലും മിക്സ് ചെയ്ത് വരുമ്പോൾ കറക്റ്റ് തന്നെയാണ്. ഇതിലെനിക്കല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി മുട്ട ചേർത്ത് കൊടുക്കാം, അതുപോലെ ചിക്കൻ പൊരിച്ചത് ചേർത്ത് കൊടുക്കുക, അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളിന്ന് അമ്പലത്തിലൊക്കെ പോയി പായസമൊക്കെ കഴിച്ച് വന്നത് കാരണമാണ് നോൺ വെജ് എടുക്കാണ്ട് വെജിറ്റേറിയൻ ആയിരിക്കണത് കേട്ടോ. അങ്ങനെ ഞാൻ അതൊന്ന് ആവി കയറ്റി വന്നതിന് ശേഷം അതിലേക്ക് നമ്മുടെ മല്ലിത്തലയും ക്യാപ്സിക്കമൊക്കെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, നമ്മുടെ ക്യാപ്സിക്കം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മുടെ ഫ്രൈഡ് റൈസിൽ. പിന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ പൊടിയായിട്ടുണ്ടായിരുന്നില്ല, ഞാൻ അതുകൊണ്ടാണ് ചേർക്കാണ്ടിരുന്നത്. ഒന്നുകൂടെ കൂട്ടി വെച്ചിട്ട് ഒന്ന് ആവി കയറ്റി കഴിഞ്ഞാൽ നമ്മുടെ റൈസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതും ഒന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ പനീർ കറിയും റെഡി ആയിട്ടുണ്ട്, അതുപോലെ റൈസും റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞാൻ അതെല്ലാം മാറ്റി വെച്ചു. പിന്നെ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. അതിന് ശേഷം നമ്മുടെ അടുപ്പൊക്കെ ഒന്ന് നമ്മൾ തുടച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ പണികൾ കഴിയുമ്പോൾ തന്നെ നമ്മൾ അടുപ്പൊക്കെ നല്ല വൃത്തിയായി ഒന്ന് തുടച്ച് വെച്ച് കഴിഞ്ഞാൽ കാണാനും നമുക്ക് പിന്നീട് വന്ന് വല്ല പണി ചെയ്യാനൊക്കെ നല്ല ഉഷാറായിരിക്കും കേട്ടോ. അങ്ങനെ വേഗം തന്നെ നമ്മുടെ അടുപ്പ് തുടച്ചു, കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ അതിന് ശേഷം നമ്മൾ താഴമൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ഒരു പ്രാവശ്യം അടിച്ചാണ്, പക്ഷെ എന്നാലും നമ്മൾ അടുക്കള പണി കഴിയുമ്പോൾ ഒന്നുകൂടെ അവിടെ അടിച്ചാലേ അടുക്കള വൃത്തിയായിരിക്കുള്ളൂ കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിയുമ്പോഴേക്കാണ് നമ്മുടെ അശ്വിൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ പൈക്കോനിയും കൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അവളെ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. അങ്ങനെ ഷേക്കിൻ്റെ ആയതുകൊണ്ട് അങ്ങനെ ഷേക്കിൻ്റെ ഒക്കെ തരാം കേട്ടോ. ഈ നേരം കൊണ്ട് തന്നെ നമ്മുടെ കർട്ടനൊക്കെ കഴുകി ഉണങ്ങി നമ്മളത് സെറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ, അമ്പലത്തെ വിശേഷങ്ങളും നമ്മളെ റെസിപ്പികളും. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചക്ക് 12:15 വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നാളെ ഉച്ചക്ക് 12:15 പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.